നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. 95 മുതൽ 100% വരെ സാമ്യമുള്ള ചോദ്യങ്ങളായിരുന്നു വിദ്യാർത്ഥികൾക്കും കോച്ചിംഗ് സെന്ററുകൾക്കുമിടെ വ്യാപകമായി പ്രചരിച്ച മാതൃകാ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നതെന്നാണ് കണ്ടെത്തൽ. കൈപ്പടയിൽ തയ്യാറാക്കിയ നിലയിൽ വാട്സ്ആപ്പ്, ടെലഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച മാതൃകാ ചോദ്യപേപ്പറിന്റെ ഉറവിടം തിരയുകയാണ് CBI. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. പരീക്ഷയുടെ പുതുക്കിയ തീയതി ഉടൻ പ്രഖ്യാപിച്ചേക്കും. പരീക്ഷ റദ്ദാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. നോബൽ മാരിക്കാരനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നോബൽ, വലിയ പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടു. ഇതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിലേക്ക് ആദ്യം വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ 4 ടീമായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നു? ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം പ്രതിഷേധങ്ങൾ എങ്ങനെ? സുധി, നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വശത്ത് വലിയ പ്രതിഷേധം തുടരുമ്പോൾ CBI ഇപ്പോൾ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന നാസിക്കിലെ മെഡിക്കൽ വിദ്യാർത്ഥി ശുഭം കൈർനാറിനെ ഉടനെ തന്നെ CBI കസ്റ്റഡിയിലെടുക്കും എന്ന വിവരം ലഭിക്കുന്നു. ശുഭത്തിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രിന്റിംഗ് പ്രസ്സിൽ വെച്ച് ഇത് ചോർന്നു എന്നാണ് നിലവിൽ ഒരു നിഗമനം. പിന്നീട് ഈ പറഞ്ഞ 10 ലക്ഷം രൂപയ്ക്കാണ് ശുഭം കൈർനാർ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ വാങ്ങുന്നത്. പിന്നീട് അത് PDF ആക്കി ഭോപ്പാലിലെ ഒരു ഏജൻസിക്ക് വിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് വലിയ തരത്തിൽ വാട്സപ്പിലും ഒപ്പം മറ്റ് ടെലഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളും പ്രചരിച്ചത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കൃത്യമായ സംഘം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് CBIയുടെ വിലയിരുത്തൽ. ആ സംഘത്തിലേക്ക് എത്തിപ്പെടുക എന്നതാണ് ഇപ്പോൾ CBIക്ക് മുന്നിലുള്ള വെല്ലുവിളിയും. പ്രധാനമായും വാട്സപ്പ്, അതോടൊപ്പം ടെലഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചിരുന്നു. ഈ ചോദ്യപേപ്പറുകൾ ആരാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ചുറ്റിപ്പറ്റി, അതായത് ഇത് പോസ്റ്റ് ചെയ്ത ആളുകളെ ചുറ്റിപ്പറ്റി അന്വേഷണം, അതിനുവേണ്ടി സൈബർ വിദഗ്ധരുടെയും സൈബർ സംഘങ്ങളുടെയൊക്കെ സഹായം CBI തേടുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഏതാണെങ്കിലും ഈ ചോദ്യപേപ്പർ ചോർച്ച അതീവ ഗൗരവമുള്ള വിഷയമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ആ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വീണ്ടും പരീക്ഷ എഴുതുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ പാർട്ടികൾ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ വിമർശനത്തിന് പിന്നാലെ NSUI, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ദില്ലിയിൽ തെരുവിൽ ഇറങ്ങുന്ന നമ്മൾ കണ്ടതാണ്. ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തു. കാരണം മുൻപും പല ഘട്ടങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വലിയ തരത്തിൽ ഉണ്ടായതാണ്. അപ്പോഴൊക്കെ പരിഹരിക്കപ്പെടും എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കിയെങ്കിൽ പോലും പിന്നീടും ഇങ്ങനെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു, അത്തരത്തിൽ സാഹചര്യം വരുന്നു. അതിനെ അതീവ ഗൗരവത്തോടെ കാണുന്നു എന്ന് കെൻസ്കാരും അറിയിക്കുന്നു. പക്ഷേ കുറ്റക്കാർ പൂർണ്ണമായും പിടിക്കപ്പെടുന്നില്ല എന്നാണ് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും നിലവിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അറസ്റ്റിലായിട്ടുണ്ട്. ശുഭം എന്നാണ് അയാളുടെ പേര്. അയാളെ കസ്റ്റഡി എടുക്കുന്നതോടെ കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ, അയാൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, ആരാണ് നൽകിയത് തുടങ്ങിയ വിശദാംശങ്ങൾ ലഭിക്കും എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷം അറസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് കേരളത്തിൽ പഠിച്ച രാജസ്ഥാൻ സ്വദേശിയായ വിദ്യാർത്ഥിയൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് വിവരമുള്ളത്. 10ഓളം പേർ പത്തിലേറെ പേർ കസ്റ്റഡിയിലുണ്ട് എന്നതും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതാണെങ്കിലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന സൂചനയാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ വലിയ പ്രതിഷേധം തുടരുകയും ചെയ്യും ഈ വിഷയത്തിൽ. ശരി, വ്യക്തമാണ്. എന്തായാലും 95 മുതൽ 100% വരെ സാമ്യമുള്ള ചോദ്യങ്ങൾ, അത് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച, കോച്ചിംഗ് സെന്ററുകൾക്കുമൊക്കെ ലഭിച്ച, വ്യാപകമായി പ്രചരിച്ച മാതൃകാ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തലാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്, ഒപ്പം പ്രതിഷേധങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശം.